നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമായി മാറാൻ തയ്യാറാണോ? എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും സ്വാഗതം. നിങ്ങളുടെ സ്വപ്നങ്ങൾ കറങ്ങുന്ന ചക്രമായി കൺമുന്നിൽ വന്ന് പൂർത്തിയാക്കാൻ സഹായിക്കുന്ന, വിഷസ് ഫുൾഫിൽ ചെയ്യുന്ന ഐ വീൽ പവർ നമ്മൾ ഇന്ന് ഇവിടെ സജീവമാക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഒരു കാര്യത്തിൽ ഉറച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് ആ ഒരു കാര്യമാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് ലോകം കറങ്ങി വരും. ഐ വീൽ എന്നത് ആ ശ്രദ്ധയുടെയും കാഴ്ചപ്പാടിന്റെയും പ്രതീകമാണ്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തോ അതിലേക്ക് നമ്മുടെ ഊർജത്തെയും പ്രവൃത്തിയെയും കരക്കി കൊണ്ടുവരുന്ന ആന്തരികമായ ഒരു ചക്രം. എല്ലാ ദിവസവും രാവിലെ നമുക്ക് മുന്നിൽ ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ ഏത് സാധ്യത തിരഞ്ഞെടുക്കണം, ഏത് ആഗ്രഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം? ഐ വിൽ ടു ഫുൾഫിൽ യുവർ വിഷ് എന്നത് നമ്മളുടെ മുന്നിൽ വരുന്ന ഭാഗ്യത്തിന്റെയും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ബുദ്ധിപരമായ തീരുമാനത്തിന്റെയും പ്രതീകമാണ്. ഒരുപാട് ഓപ്ഷനുകൾക്കിടയിൽ കണ്ണുകൾ തുറന്നു പിടിച്ച് കൃത്യമായ ആഗ്രഹം തിരഞ്ഞെടുത്ത് ആ വീലിനെ ആ ലക്ഷ്യത്തിലേക്ക് തിരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കുണ്ടായ അനുഭവം അതിവിടെ സത്യസന്ധമായി കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ തുടർന്ന് ഇത് കാണാൻ വരുന്ന മറ്റുള്ള ആളുകൾക്കും അത് ഉപകാരപ്പെടുന്നതാണ്. കാരണം ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇല്ലയോ എന്ന് അപ്പോഴല്ലേ അവർക്ക് ബോധ്യമാവുകയുള്ളൂ. ഒരു ഐവിയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൈൻഡ് റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് അത്യധികം ഉപകാരപ്രദവുമാണ്. ഇത് പറയാൻ കാരണം, നമ്മൾ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ മനസ്സിരുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ആ ദൈവത്തിന്റെ ശക്തി നമുക്ക് മനസ്സുകൊണ്ട് തൊട്ടറിയുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഐവീലിന്റെ ലോ ഓഫ് അട്രാക്ഷൻ മെക്കാനിസവും. ഇത് കാണുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടും അനുഭവപ്പെടുകയും എന്നാൽ അതേ സമയത്ത് തന്നെ ഇതൊരു ആഗ്രഹ സാഫല്യത്തിനായിട്ടുള്ള ഒരു ഹിപ്നോട്ടിസം ആയിട്ടും വർക്ക് ചെയ്യുന്നതാണ്. ഇതിലൂടെ വാസ്തവത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലുള്ള കോൺസെൻട്രേഷൻ വർദ്ധിക്കുകയും അതിലൂടെ നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ പ്രാർത്ഥനകൾ ഇവിടെ സഫലമാവുകയുമാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രകൃതി ശക്തി, അതായത് യൂണിവേഴ്സ്, നിങ്ങളുടെ ആഗ്രഹത്തെ ഇവിടെ യാഥാർത്ഥ്യമാക്കി തരികയാണ് ചെയ്യുന്നത്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇതിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ പറയുന്നത് പോലെ കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഈ മൈൻഡ് റീഡിംഗ് ശാസ്ത്രം ഉപയോഗിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഉറപ്പായിട്ടും 1 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു പക്ഷേ ആ ഒരു കാര്യം അടുത്ത 1 മണിക്കൂറിനുള്ളിൽ നടന്നു കിട്ടിയില്ല എങ്കിൽ പോലും അടുത്ത ദിവസമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലോ നടന്നു കിട്ടുന്നതാണ്. ഐ വിൽ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാം. അത് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് അതിനെ ഉപയോഗിച്ചാൽ നിസ്സംശയം പറയാം, ഈ വീഡിയോ കണ്ടു തീരും മുമ്പ് ആ ഒരു കാര്യം നടക്കും, ആ കാര്യം സാധിക്കുന്നു എന്ന് നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ തരുന്ന ആ ഒരു അറിയിപ്പോ അല്ലെങ്കിൽ ഒരു അനുഭവമോ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഐവിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് ആദ്യം തന്നെ ഒന്ന് വ്യക്തമാക്കാം. വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. അതിനുശേഷം ഞാനിവിടെ സ്റ്റാർട്ട് എന്ന് എഴുതി കാണിക്കുന്നതാണ്. അങ്ങനെ എഴുതി കാണിച്ചാൽ അവിടെ മുതൽ 5 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ ഇവിടെ പറയാൻ പോകുന്ന തിയറി അനുസരിച്ച് കൃത്യമായി അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഇതിൽ ഒന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന സർവ്വകാര്യങ്ങളും നടന്നു കിട്ടി എന്ന് വരില്ല. അതെന്തുകൊണ്ടെന്നാൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ മുകൾ തട്ടിൽ നിന്നാണ് വരുന്നത്. എന്നാൽ നിങ്ങൾക്ക് എത്രയും അത്യാവശ്യമായിട്ട് നടന്നു കിട്ടേണ്ട കാര്യങ്ങൾ ഏതാണോ അത് നിങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നാണ് മുകളിലേക്ക് വരുന്നത്. ഈ പറഞ്ഞ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നും അതിശക്തമായി മുകളിലേക്ക് വരുന്ന കാര്യങ്ങൾക്കാണ് വിചാരശക്തി അഥവാ തിങ്കിങ് പവർ കൂടുതൽ ഉണ്ടാവുക. ഇത് നിങ്ങളുടെ അതിശക്തമായ ഓർമ്മയുടെ മണ്ഡലത്തിൽ സദാസമയവും നിറഞ്ഞു നിൽക്കുന്ന ആഗ്രഹമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ചിന്താഗതികൾ നിങ്ങളെ ഗാഢമായി സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ അത് നടന്നു കിട്ടാനുള്ള സാധ്യത 99% കൂടുതലാണ്. ഈ പറഞ്ഞ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഐവിയിലാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഐവിൽ ടെക്നിക്കിൽ നിങ്ങൾ ഏർപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കോൺസെൻട്രേഷനോട് കൂടിയുള്ള ഇരിപ്പാണ്.
കാരണം ചില ആളുകൾക്ക് അവരുടെ മനസ്സിന്റെ കോൺസെൻട്രേഷൻ പവർ വളരെ കുറവായിരിക്കും. അങ്ങനെ ആയതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഐവിലിലേക്ക് നോക്കി ആഗ്രഹിക്കുന്ന കാര്യം അത് വരുന്ന 1 മണിക്കൂറിനുള്ളിൽ അവർക്ക് നടന്നു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ വളരെയധികം കോൺസെൻട്രേഷൻ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ 1 മണിക്കൂർ പോലും വേണ്ട, കേവലം 20 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഐവിൽ ഹിപ്നോട്ടിസം വർക്ക് ആവുന്നതാണ്. ഇനി അടുത്തത്, ഈ ഐവിൽ ടെക്നിക്കിൽ ഏർപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മൂന്നാമത്തെ നിർദ്ദേശം, ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉറക്കക്ഷീണമോ അല്ലെങ്കിൽ തളർച്ചയോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയം ഇത് ചെയ്യരുത്. ഒന്ന് കുളിച്ച് ഫ്രഷ് ആയ ശേഷം വന്നിരുന്ന് ഈ ഐവിൽ ടെക്നിക്ക് ചെയ്യുകയാണെങ്കിൽ അത് പരിപൂർണ ഫലപ്രാപ്തിയോടുകൂടി പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി ഒരു പക്ഷേ അത് പരിപൂർണമായില്ല എന്ന് നിങ്ങൾക്ക് ആ ഒരു വേള തോന്നിയാൽ അടുത്ത ദിവസം വീണ്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് എപ്പോഴും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നുവോ അപ്പോൾ വരെ പരിശീലിക്കാവുന്നതാണ്. അത് പറയാൻ കാരണം ഇന്നത്തെ മൂഡായിരിക്കില്ല നാളത്തെ. നിങ്ങളുടെ മനസ്സിന്റെ മൂഡ് എപ്പോഴാണ് നല്ല ശാന്തമായ മനസ്സുള്ളപ്പോഴാണ് ഇത് കൂടുതൽ വർക്കൗട്ട് ആവുക. ഇനി പറയാൻ പോകുന്നത് ഇത് എങ്ങനെ നമുക്ക് ആരംഭിക്കാം എന്നുള്ളതാണ്. ആദ്യമായി ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നല്ലപോലെ ഏകാഗ്രമാക്കുക. അതിനുശേഷം ഈ ഐവിലിന്റെ ഏറ്റവും നടുഭാഗത്തേക്ക് നന്നായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിനോടൊപ്പം നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട കാര്യം എന്താണോ അത് മനസ്സിൽ ആവർത്തിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക. പ്രത്യേകം ഓർക്കുക, നിങ്ങൾക്ക് ആ നടന്നു കിട്ടേണ്ട കാര്യത്തെക്കുറിച്ചല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് ചിന്ത പോകരുത്. അങ്ങനെ ഈ പറഞ്ഞ 5 മിനിറ്റിൽ 3 മിനിറ്റ് നേരം ആ നടന്നു കിട്ടേണ്ട കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച ശേഷം അടുത്ത 2 മിനിറ്റ് നേരം ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടി എന്ന് ചിന്തിക്കുക. അതായത് അത് നടന്നു കിട്ടി കഴിഞ്ഞാലുള്ള നിങ്ങളുടെ അവസ്ഥ എന്താണോ ആ അവസ്ഥയെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുക. ഈ പറഞ്ഞ 5 മിനിറ്റ് നേരം നിങ്ങൾ നല്ല ഏകാഗ്രതയോടുകൂടി ഈ ഐവിലിലേക്ക് മാത്രം നോക്കുക. ഈ പറഞ്ഞതുപോലെ ഏകാഗ്രമായി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടി എന്ന് തന്നെ ഉറപ്പിക്കാവുന്നതാണ്. അത് എങ്ങനെ സംഭവിക്കും എന്നാണ് ചോദ്യമെങ്കിൽ, പ്രകൃതി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ പ്രകൃതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിനെയാണ്. ഈ പ്രപഞ്ചത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അജ്ഞാത ശക്തി നിങ്ങളുടെ ആഗ്രഹം നടത്തി തരുന്നതാണ്. അതാണ് ഇതിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പ്രത്യേകം ഓർക്കുക, ആകെ 5 മിനിറ്റ് സമയം മാത്രം മതി. ഞാനിവിടെ സ്റ്റാർട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. 5 മിനിറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ഇത് ഓഫ് ചെയ്യുന്നതാണ്. ഇനി ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഐവിയിൽ നിങ്ങൾക്ക് ആദ്യത്തെ അറ്റം ശരിയായി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ആ സമയത്ത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പ്രത്യേകം ഓർക്കുക, 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടിയില്ല എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇത് നടന്നു കിട്ടും എന്ന് തന്നെ നമുക്ക് മുൻകാലങ്ങളിലുള്ള നമ്മുടെ അനുഭവങ്ങൾ വെച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും കോൺസെൻട്രേഷൻ അതിനെ ആശ്രയിച്ചിരിക്കും. ശരി, അപ്പോൾ 5 മിനിറ്റ് നേരം ആദ്യം പറഞ്ഞതുപോലെ ഏകാഗ്രതയോടുകൂടി ഈ ഐവിയിലേക്ക് ശ്രദ്ധിക്കുക.
ഇപ്പോൾ അനുവദനീയമായ സമയം പൂർത്തിയായി. ഇപ്പോൾ മുതൽ ആ സമയം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത 1 മണിക്കൂർ സമയത്തിനുള്ളിൽ നിങ്ങൾക്കുണ്ടാവുന്ന നിങ്ങളുടെ അനുഭവങ്ങളോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യങ്ങൾ എത്രത്തോളം നടന്നു കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ പുതുതായിട്ട് ഇത് കാണുന്നവർക്ക് ഇതിൻ്റെ വാസ്തവം അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനും ഇതിൻ്റെ പ്രയോജനം ലഭിക്കുവാനും വേണ്ടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിന് നിങ്ങളുടെ നിത്യജീവിതത്തിൽ യാതൊരുവിധ റെസ്ട്രിക്ഷൻസ് ഒന്നും ബാധിക്കില്ല. അതായത് നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്കിത് പറ്റുന്ന സമയമാണോ, എവിടെ ഇരുന്ന് നിങ്ങൾ ഇത് പറയുന്നു, ഇതൊന്നും ഇതിന് തടസ്സമല്ല. നിങ്ങളുടെ മനസ്സ് നല്ല കോൺസെൻട്രേഷൻ ആകുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രം ഈ ഐവിൽ ടെക്നിക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത്രയും കോൺസെൻട്രേഷനോട് കൂടി ചെയ്താൽ മാത്രം മതി. മനസ്സ് പെർഫെക്റ്റ് ആയിരിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.